രുദ്ര, ഓരോ മാജിക്കും ഇതിൽ വളരെ പ്രധാനമാണ്. ശ്രദ്ധിച്ചു നോക്കൂ. ഓക്കേ മുത്തശ്ശ. അങ്ങനെയല്ല രുദ്ര, നിന്റെ ഈ കൈയുണ്ടല്ലോ, ഇങ്ങനെ വെക്കേ. ഇവരെന്ത് ചെയ്യാൻ പോവാ? ഇബൈസ്ക സിബൈസ്ക എർത്ത് അപ്പ് പുള്ളിറ്റോ. ഇവിടെ നീ ഒന്ന് ചെയ്ത് കാണിച്ചേ. ഓക്കേ മുത്തശ്ശ. ഇബൈസ്ക സിബൈസ്ക എർത്ത് അപ്പ് പുള്ളിറ്റോ. ഓഹോ. രുദ്ര, ഒരിക്കലും തളരരുത്. പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. പോസിറ്റിവിറ്റിയാണ് എപ്പോഴും മനുഷ്യൻ ആവശ്യം. ബി പോസിറ്റീവ്. നിന്നിൽ വിശ്വാസം വെക്കൂ. എന്നിട്ട് ഫോക്കസ് ആൻഡ് ബിലീവിന്റെ മന്ത്രം പറയൂ. എങ്കിൽ എല്ലാത്തിനെയും ജയിക്കാം. ഈ പോസിറ്റിവിറ്റി ഒക്കെ എന്റെ അകത്തിങ്ങനെ നിറഞ്ഞ തുളുമ്പല്ലേ? ഈ മാജിക്കിൽ ആരാ നല്ല ഫോക്കസ് ചെയ്യുന്നത് നമുക്കിപ്പോ നോക്കാന്നേ. മുത്തച്ഛ രക്ഷിക്കണേ, എന്നെ ഒന്ന് രക്ഷിക്കണ്ടേ മുത്തച്ഛ, രക്ഷിക്ക. രംഗീല, നിനക്കെന്തിനാണ് ഈ ജോലി? ഒളിഞ്ഞിരുന്ന് ഇങ്ങനെ മാജിക് പഠിക്കാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? ഹാഫ് നോളജ് ക്യാൻ ബി റിയലി ഡേഞ്ചറസ്. സോറി മുത്തശ്ശ. ഈ ജയ്സിംഗ് ചൗഹാനെ തോൽപ്പിക്കുക എന്ന കാര്യം വളരെ ബുദ്ധിമുട്ടുള്ളതായി മാറിയിരിക്കുകയാണ്. ഇപ്പോഴാണെങ്കിൽ ആ രുദ്രയെ കൂടി മന്ത്രങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രുദ്രയും ആ ജയ്സിംഗിനെ പോലെ ട്രെയിൻഡ് മജീഷ്യനായാൽ പിന്നെ സൺ സിറ്റിയെ എന്റെ അടിമയാക്കുക എന്ന സ്വപ്നം ഒരിക്കലും പ്രാവർത്തികമാകില്ല. അതെങ്ങനെയായാലും നിറവേറാൻ പോകുന്നില്ലല്ലോ. രുദ്ര ഒരു ഹീറോ ആണ്, ഹീറോ. എങ്ങനെയാ മാജിക് ചെയ്യുന്നത്? ഇപ്പൊ തന്നെ പഠിപ്പ് തീരാത്ത അവസ്ഥയിൽ നിങ്ങളെ തോൽപ്പിച്ചു തുടങ്ങി. നീ എന്റെ ആളാണോ അതോ അവന്റെ ആളാണോ? പിന്നെ നിങ്ങളുടെ ആള് തന്നെയാ. എന്റെ ആളാണെങ്കിൽ പിന്നെ എന്തിനാ നീ എപ്പോഴും അവനെ തന്നെ പുകഴ്ത്തുന്നേ? ഞാൻ മായാജാലത്തിന്റെ രാജാവാണ്. ഞാനാണ് ഷകാൽ. ഇന്ന് ഞാൻ ആ രുദ്രയുടെ കഥ അവസാനിപ്പിക്കുന്നത് നോക്കിക്കോ. ഇന്നായിരിക്കും അവന്റെ ജീവിതത്തിലെ അവസാനത്തെ ദിവസം. അല്ല, ഈ പുസ്തകങ്ങളൊക്കെ എങ്ങനെ ഇവിടെ വന്നു? എന്തുപറ്റി? എന്താണ് ഇങ്ങനെ നോക്കുന്നത്? ഈ ഷക്കാൽ വന്നാൽ ഇവിടെ എല്ലാം തനിയെ നടക്കും. ഈയിടെയായിട്ട് എനിക്കെന്തോ പഠിക്കണമെന്ന വല്ലാത്തൊരു ആഗ്രഹം. പക്ഷെ ക്ഷമിക്കണം, ഇപ്പോൾ ഞാൻ വളരെയധികം ബിസിയാണ്. അതുകൊണ്ട് ഓരോ പ്രാവശ്യവും എനിക്കിവിടെ വരാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എനിക്ക് ആവശ്യമുള്ള പുസ്തകങ്ങളെല്ലാം ഞാൻ എന്റെ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. അത് തടയണമെന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊരിക്കലും നടക്കില്ല. എന്നാൽ എടുത്തോട്ടെ. വേണ്ട, പറയുന്നത് കേക്ക്. എന്റെ ബുക്സ് എനിക്ക് തിരിച്ചു തരൂ. ഈ പേപ്പറിൽ പുസ്തകങ്ങളുടെ പേരെഴുതിയിട്ടുണ്ട്. നോട്ട് ചെയ്തോളൂ. എത്ര പറഞ്ഞാലും കേൾക്കാത്ത വിവരം കിട്ടവൻ. ഇതാ ഈ മാജിക്കൽ വിങ്സ്. തീർച്ചയായും രുദ്രയെ എന്റെ കാലിൽ വീട് കരയിപ്പിക്കാൻ പോവുകയാണ്. ഹൗലാരെ ഹൗലാ, ഞാനാണ് സപോല. ഇപ്പൊ ഷാക്കാല രുദ്രയെ നശിപ്പിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നശിക്കാൻ പോകുന്ന രുദ്ര, ജയിക്കാൻ പോകുന്ന ഷാക്കാൽ.
തീർച്ചയായും നീ പറഞ്ഞത് ശരിയാണ് സപ്പോള. നിനക്ക് നല്ല പോലെ ബുദ്ധിയുണ്ട്. രുദ്ര, എന്തൊക്കെയാ വാങ്ങേണ്ടതെന്നുള്ള ലിസ്റ്റ് ഇതാ. ഞാൻ പോയി അതൊക്കെ മേടിച്ചിട്ട് വരാം. നിങ്ങൾ പോയി കളിച്ചോളൂ. താങ്ക് യു രംഗീല, നിങ്ങൾ വളരെ നല്ല മനുഷ്യനാ. ഇതെന്താ? അല്ല, ഇതെന്താ പോവാത്തത്? ഓ, ഇത് ഞങ്ങൾ എവിടേക്ക് വലിച്ചോണ്ട് പോവാണ്. രുദ്ര, എന്നെ ഇവിടെ ആക്കിട്ട് നിങ്ങൾ എങ്ങോട്ടാ പോകുന്നേ? ഒന്ന് നിൽക്ക്, എന്നെയും കൊണ്ടുപോ. പാവം കുട്ടികൾ ശരിക്കും കുടുങ്ങിയിരിക്കുകയാണ്. ഇന്ന് ഷക്കാൽ എല്ലാവരെയും തോൽപ്പിച്ച് വിജയം നേടാൻ പോവുകയാണ്. മാജിക്കൽ വിങ്സ് ആണ് അതിന് കാരണമാകാൻ പോകുന്നത്. ഇവനും എന്റെ ഇര തന്നെയാണ്. രുദ്ര, ഒന്ന് നിൽക്ക. ഹായ്, മാജിക് വിങ്സ് എനിക്കും കിട്ടി. ഞാനും പറക്കാൻ പോവാ. ഇതെന്നെ വലിച്ചുകൊണ്ട് എവിടേക്കാ പോകുന്നേ? ഞാനൊന്ന് നന്നായി പറക്കാന്ന് വിചാരിച്ചതാ. രുദ്ര, ഒന്ന് നിൽക്ക. ഞങ്ങളിപ്പോ പ്രശ്നത്തിലാണ്. ഒരു മാജിക്കൽ വിങ്സ് ഞങ്ങളെ വലിച്ചോണ്ട് പോവുകയാണ്. എവിടേക്കാ പോകുന്നെന്ന് അറിയില്ല. രുദ്ര, ഞാനിതാ വരുന്നു. രുദ്ര, 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 രുദ്ര. ഈ വിങ്സ് നമ്മളെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? എന്ത് സ്ഥലം ഇത്? നമ്മളെവിടെ കുടുങ്ങിന്ന വിചാരിക്കുന്നേ? ഇവിടെ എങ്ങനെ തിരിച്ചു പോവാ? ഞാനാണ് മായാജാലത്തിന്റെ രാജാവ്. എന്നെ കണ്ട് പേടിക്ക. ഞാനാണ് ഷക്കാൽ. രുദ്ര, ഞാൻ നിന്നെ ശിക്ഷിക്കാൻ പോവുകയാണ്. ജീവിതകാലം മുഴുവൻ നീ ഇവിടെ തന്നെ ആയിരിക്കണം. നിനക്ക് ഇനി ഒരിക്കലും സൺസിറ്റിയിലേക്ക് തിരിച്ചു പോവാൻ കഴിയുകയില്ല. ഷക്കാൽ, രുദ്രയെ മാത്രല്ല, രുദ്രയുടെ നിഴൽ പോലും നിന്നെ കണ്ട് പേടിക്കില്ല. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷെ ഞങ്ങൾ ഇവിടുന്ന് പോവും. ആണോ മോനെ? നീ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ശരിക്കും ചിരിയാണ് വരുന്നത്. ഇത്രയും ദൂരെ കൊണ്ടുവന്ന് നിങ്ങളെ ഞാൻ വെറുതെ വിടുമെന്നാണോ? ഇവിടെ നിന്നും രക്ഷപ്പെടാമെന്ന് നിങ്ങൾ വെറുതെ സ്വപ്നം കാണുകയാണോ? നിങ്ങളെ എല്ലാവരെയും ഞാൻ ആ സൂര്യന്റെ അടുത്തേക്കാണ് അയക്കാൻ പോകുന്നത്. അതിന്റെ അഗ്നിജ്വാലയിൽ നിങ്ങളെല്ലാം കത്തിച്ചാമ്പലാവാൻ പോവുകയാണ്. സൂക്ഷിച്ച്, അത് ശരീരത്തിൽ ഒട്ടിപ്പിടിക്കാൻ സമ്മതിക്കരുത്. സൂക്ഷിക്കണം. ഈ വിങ്സ് വളരെ അപകടകാരിയാണ്. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാൻ വരൂ. അവിടെ നോക്കൂ, ആ മൗണ്ടനിൽ ഒരു കേവ് കാണുന്നുണ്ട്. ഈ പൊസിഷനിൽ തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് അവിടേക്ക് പോണം. ആരും പെട്ടെന്ന് മാറണ്ട, അത് പിന്നെ വലിയൊരു പ്രശ്നമാവും. കൊള്ളാം മക്കളെ, നല്ല ആശയം തന്നെ. ഇപ്പൊ നിങ്ങൾ ആകാശത്ത് നിന്നും താഴേക്ക് വീണാൽ എങ്ങനെയുണ്ടാകും? ഈ സ്ഥലം വളരെ അപകടം നിറഞ്ഞതാണ്. അല്ല, എന്തോ പറയുമല്ലോ, ഞാനത് മറന്നുപോയി മക്കളെ. ഈ സ്ഥലത്ത് വളരെ അപകടകാരികളായ മൃഗങ്ങളുണ്ട്. നിങ്ങൾ എന്റെ അടുത്ത് നിന്നും രക്ഷപ്പെട്ടാലും ഇവിടെ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. നിങ്ങൾ നല്ല പോലെ കുടുങ്ങിയിരിക്കുകയാണ്. രുദ്ര, ഈ സ്ഥലം വളരെ ഇരുട്ടായിട്ടാണല്ലോ ഉള്ളത്. നമ്മൾ എങ്ങനെയാ പുറത്തേക്ക് പോവാ? നീ എന്തിനാ വിഷമിക്കുന്നത്? ഇപ്പൊ തന്നെ എന്റെ മാജിക് ഉപയോഗിച്ച് ഞാൻ വിളക്ക് കത്തിക്കാം. ചന്തർ മന്തർ കാളിക്കലന്തർ മഷാർ.